ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള പുതിയ ലേബർ ലോയിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിലവിൽ ഇന്ത്യയിൽ 29 ലേബർ ലോസ് ഉണ്ട്. ഇതിൽ ഒട്ടുമിക്ക ലേബർ ലോസും ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ലേബർ ലോസ് ആണ്. സോ പുതിയ ചേഞ്ചസ് എല്ലാം വരുത്തിക്കൊണ്ട് 4 പുതിയ ലേബർ ലോസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല 40 വയസ്സിന് മുകളിലുള്ള എല്ലാ എംപ്ലോയീസിനും ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. വുമൺ എംപ്ലോയീസിന് ഈവൻ നൈറ്റ് ഷിഫ്റ്റും വർക്ക് ചെയ്യാം. പക്ഷെ എംപ്ലോയർ അതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റി സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരിക്കണം. ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഡബിൾ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ചസ് ആണ് ഗ്രാറ്റുവിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. അതായത് നിലവിലെ 5 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിലിറ്റി വരിക. അത് മാറ്റിയിട്ട് 1 കൊല്ലം എന്ന രീതിയിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സോ 1 കൊല്ലം വർക്ക് ചെയ്താൽ കൂടി നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും. ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു മേജർ ചേഞ്ച് ആണ് വേജസിന്റെ ഡെഫിനേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. വേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, റീറ്റെയിനിങ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഐറ്റം ആണ്. ഈ 3 ഐറ്റവും CTCയുടെ 50% എങ്കിലും വരണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ പണ്ട് എംപ്ലോയർ ഈ പറയുന്ന PF, ESI, ഗ്രാറ്റുവിറ്റി എല്ലാം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് സാലറി കുറച്ച് എമൗണ്ടേ ഉള്ളൂ എന്ന രീതിയിൽ കാണിക്കും. പക്ഷെ നിലവിലെ CTCയുടെ 50% ഈ പറയുന്ന 3 ഐറ്റം വരുന്നത് ഉള്ളത് കൊണ്ട് തന്നെ എംപ്ലോയർ ഈ പറഞ്ഞ ESI, PF, ഗ്രാറ്റുവിറ്റിക്കെല്ലാം കൊടുക്കുന്ന എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, എംപ്ലോയീസിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 100ൽ കൂടുതൽ എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുന്നെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അത് 300 എംപ്ലോയീസിന് കൂടുതൽ ടെർമിനേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം മതി എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ടുള്ള ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ESI, PF, ഗ്രാറ്റുവിറ്റി ഇതിനെല്ലാം സെപ്പറേറ്റ് റിട്ടേണും രജിസ്ട്രേഷനും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ നിലവില് സിംഗിൾ രജിസ്ട്രേഷൻ, സിംഗിൾ റിട്ടേൺ മാത്രം മതി എന്ന രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. സോ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം.